നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഡീഗ്രേഡിങ്ങുമായി ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡീഗ്രേഡിംഗ് അല്ല ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അസൂയ മൂത്ത് അല്ലെങ്കിൽ കണ്ണുകടി മൂത്ത് ഒരു രക്ഷയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡീഗ്രേഡിംഗ് ആണ്. സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള അഭിപ്രായം കിട്ടി, നല്ല ഗംഭീരമായിട്ടുള്ള കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ. കളക്ഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ വരുന്നത് ഈ ഒരു ഡീഗ്രേഡിംഗുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനാണ്. അത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ അസൂയയുടെയും കണ്ണുകടിയുടെയും മൂത്ത് ഉണ്ടാവുന്ന ഒരു ഡീഗ്രേഡിംഗ് ഉണ്ടല്ലോ, അത് കളക്ഷൻ കയറുന്നു എന്നതിനെ പറ്റി പേടിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്ന 2 സിനിമകൾ അവിടെ കിടക്കുന്നുണ്ട്. ആ 2 സിനിമകളെ കവർ ചെയ്യാൻ ആർക്കും പറ്റില്ല എന്ന് അവർ അഹങ്കരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2018 വന്നിട്ട് അതിനെ 2നെ മുന്നോട്ട് കയറി ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിരിക്കുന്നു. പക്ഷെ കളക്ഷന്റെ കാര്യത്തിലേക്ക് അവർക്ക് ഒരു ആശ്വാസമുണ്ട് എന്ന് പറയാം. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അവർക്ക് ഈ കണ്ണുകടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മോഹൻലാൽ ആരാധകർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാം. ഒരു കാര്യവും എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് എപ്പോഴും ചെയ്യുന്ന വീഡിയോസാണ്. ഇതേപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മോഹൻലാൽ ഫാൻസ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പൂർണ്ണമായിട്ടും മോഹൻലാൽ ഫാൻസ് അല്ല. സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ ഒരു പടം വരുമ്പോൾ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു പടം വരുമ്പോൾ എതിരെ നിൽക്കുന്നത്, ഇപ്പൊ മമ്മൂട്ടിയുടെ പടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, മോഹൻലാൽ ഫാൻസ് എല്ലാവരും തന്നെ ആദ്യത്തെ ഒരു 2 ദിവസം അതിനെ ഡീഗ്രേഡ് ചെയ്യാനും അതിനെ താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ മറിച്ച് മോഹൻലാലിന്റെ പടം ഇറങ്ങുമ്പോൾ മമ്മൂട്ടി ഫാൻസും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു 2 ദിവസം അവർ ശ്രമിച്ചു നോക്കും. പക്ഷെ പടം സക്സസ് ആണ്, പടം നല്ല അഭിപ്രായം കിട്ടി എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പോയി പടം കാണാനായിട്ട് പോകുന്ന ഒരു പ്രവണതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം പിന്നീട് ആ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നത് ആണ്. പിന്നീട് ആ സിനിമയെ ആരൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളവരാണ് ഈ പറഞ്ഞ ഹേറ്റേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നത്. മറ്റേത് ആരാധന മൂത്തിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ആദ്യത്തെ 2 ദിവസം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സാധനം. പടം നല്ല അഭിപ്രായം കിട്ടി പടം കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ആരും നിൽക്കത്തില്ല. ഇപ്പോൾ ഈ സിനിമയെ ഇങ്ങനെ ഇപ്പോഴും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് കണ്ട് തല കിറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു സിനിമയെ ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഉറപ്പിച്ചു പറയാം, എവിടെ വേണമെങ്കിലും ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ ഒരു കഥാപാത്രത്തെ ഇന്ന് മമ്മൂട്ടി അല്ലാതെ ഇന്ത്യൻ സിനിമയിൽ ആരെ കൊണ്ട് ഇതേപോലെ ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കും? ഏതൊരു നടൻ ചെയ്താലും അവരുടേതായിട്ടുള്ളൊരു ശൈലി വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇതിനകത്ത് മമ്മൂട്ടിയുടെ ശൈലി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട്, ഇത്ര പവർഫുൾ ആയിട്ട്, ഇത്ര വിശ്വസനീയമായിട്ട് ആ ഒരു കഥാപാത്രത്തെ ആർക്ക് ചെയ്യാൻ സാധിക്കും? മോഹൻലാലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ഈ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. മോഹൻലാലാണ് ഈ ഒരു വേഷം ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ ഒരു തീവ്രത, ഈ ഒരു പൗരുഷം തീർച്ചയായിട്ടും അവിടെ വരില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. പിന്നീട് ആർക്ക് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ തമിഴിൽ നിന്ന് ഒരു നടന് പോലും നമുക്കെടുത്ത് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇതുപോലെ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയ നടന്മാരെ എന്ന് പറയുന്നത് ആകെ കമലഹാസൻ മാത്രമാണ്. കമലഹാസൻ ഈ പറഞ്ഞ മോഹൻലാലുമായിട്ട് മാത്രമേ കമലഹാസനെ താരതമ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. മമ്മൂട്ടിയുടെ പെർഫോമൻസുമായിട്ട് അദ്ദേഹത്തിന് താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല. ഹിന്ദിയിലേക്ക് പോവുകയാണെങ്കിൽ അമിതാഭ് ബച്ചനെ പോലുള്ള ആക്ടേഴ്സുമായിട്ട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം, അല്ലെങ്കിൽ ഇർഫാൻ ഖാൻ പോലുള്ള ആക്ടേഴ്സുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാം. പക്ഷെ ഇവർക്കൊന്നും ഈ ഒരു പെർഫോമൻസ് ഈ ഒരു രീതിയിൽ കാഴ്ചവെക്കാൻ സാധിക്കില്ല. കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പെർഫോം ഓറിയന്റഡ് ആയിട്ട് ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കെ മേനോനെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരൊക്കെ എത്ര ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ ചെയ്ത ആ ഒരു വേഷത്തെ മറികടക്കാൻ ഇവർക്കൊന്നും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും പരിമിതികളുണ്ട്, മമ്മൂട്ടിക്കും പരിമിതികളുണ്ടാവും. പക്ഷെ ഈ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡീഗ്രേഡിങ്ങിന്റെ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ആദ്യമേ പറയാം. ഏറ്റവും ആദ്യം വന്നുകൊണ്ടിരിക്കുന്ന ഡീഗ്രേഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് പ്രായമായി എണീറ്റ് നടക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അതുകൊണ്ട് ഇപ്പോൾ വ്യത്യസ്തത എന്ന പേരിൽ കസേരമ ഇരുന്നും കട്ടിൽമ കടന്നുള്ള സിനിമകളാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാദം ഇപ്പോൾ വളരെ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്.
സത്യമാണ്, മമ്മൂട്ടിക്ക് പ്രായമായി, തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. 10-72 വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ. മമ്മൂട്ടി ഒരു സിനിമാ താരമായതുകൊണ്ടും നല്ല സൂപ്പർ സ്റ്റാർ റേഞ്ചിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടും അദ്ദേഹം കാലങ്ങളായിട്ട് കാശുകാരനായിട്ടുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം മാറ്റമുണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഒരു ആരോഗ്യം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. എന്നിരുന്നാൽ പോലും ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം ഈ വ്യത്യസ്തത എന്നുള്ള പേരിലാണെങ്കിൽ പോലും ഇരുന്നിട്ടായാലും കിടന്നിട്ടായാലും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റിയും അല്ലാതെ അദ്ദേഹത്തെ ഇരുന്ന് അഭിനയിക്കുന്നതിനെ പറ്റിയും ഈ ഒരു വാദം ഇന്നല്ല. ഇതിനു മുമ്പ് മറ്റേ ഇത് ഇറങ്ങിയായിരുന്നല്ലോ, അമൽനീരദിന്റെ പടം ഇറങ്ങിയപ്പോഴും പറഞ്ഞിരുന്നു മമ്മൂട്ടി കിടപ്പ്, ഭീഷ്മപർവം ഇറങ്ങിയപ്പോഴും പറഞ്ഞിരുന്നു മമ്മൂട്ടി കിടപ്പ് തന്നെയാണ് എന്നുള്ളത്. ഭീഷ്മപർവം എന്നുള്ള പേരിടാൻ തന്നെ കാരണം ആ ഒരു കഥാപാത്രം അങ്ങനെ കട്ടിലിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് പോലും ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. എന്ത് തന്നെയാലും ഇതിനകത്ത് മമ്മൂട്ടി ഇരുന്ന് അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കുറ്റമായിട്ട് അവർ കണ്ടെത്തിയ ഒരു സാധനം. അഭിനയത്തിനെ പറ്റിയല്ല പറഞ്ഞ് ഇരുന്ന് അഭിനയിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ രസകരമായിട്ടുള്ളൊരു സാധനം, അത് സാധാരണയായിട്ട് എല്ലാ ഡിഗ്രേഡർ പ്രൊഫഷണൽ ടീമുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സിനിമയെ വിട്ടിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള സംസാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് കൂടെ ഇറങ്ങിയിരിക്കുന്ന മറ്റ് സിനിമകളെ കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് തുണ്ട് എന്ന് പറയുന്ന സിനിമയെ പറ്റി പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതേ ഐഡികളിൽ നിന്ന് എൻ്റെ ചാനലിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റ് ചാനലുകളിൽ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. ഫേസ്ബുക്കുകളിലൂടെ അതുപോലുള്ള സംഭവങ്ങൾ വലിയ കാര്യമായിട്ട് പ്രചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തതിൽ ഏറ്റവും മോശം അഭിപ്രായം കിട്ടിയിരിക്കുന്ന ഒരു പടമാണ് തുണ്ട് എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും ഇന്നത്തോടുകൂടി, ഇന്നിപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ആ പടം ഇറങ്ങുന്നുണ്ട്, അതോടുകൂടി തന്നെ ഏതാണ്ട് തുണ്ട് എന്ന് പറയുന്ന സിനിമയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും. അതിക്ക് മുമ്പ് ഇറങ്ങിയ 2 സിനിമകൾ നല്ല രീതിയിൽ തിയേറ്ററിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ 2 സിനിമകൾക്കിടയിലും ഇന്ന് ഇറങ്ങുന്ന സിനിമയ്ക്കിടയിലും വളരെ ശക്തമായിട്ട് തന്നെ തല ഉയർത്തി തന്നെ നിൽക്കുന്ന ഒരു ടീമാണ് മമ്മൂട്ടിയുടെ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ മാതിരിയുള്ള കസേരമിരിക്കുന്ന കഥയും അതുപോലെ തന്നെ ഇപ്പൊ പ്രേമലുവാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആയുധമായിട്ട് അവർ കൊണ്ടുനടക്കുന്നത്. പ്രേമലു നല്ല പടമാണ്, നല്ല രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന പടമാണ്. അവർക്ക് അവിടെ തെളിയിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി പ്രേമലു എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ പടങ്ങളുടെ മുന്നിൽ മൂക്കുകുത്തി വീണു, ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒന്നും പ്രതികരിക്കാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയാണ്. എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയത് ഈ പ്രായത്തിനെ വെച്ചിട്ട് ഈ കളിക്കുന്ന ഈ കളിയാണ്. കാരണം അത് എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന താരം 72 വിട്ട് 80 ആയിക്കോട്ടെ, 85 ആയിക്കോട്ടെ, 90 ആയിക്കോട്ടെ, ചിലപ്പോൾ ഈ 90-ാം വയസ്സിൽ അദ്ദേഹത്തിന് കട്ടിലുമെന്ന് എണീക്കാനുള്ള ആരോഗ്യം ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ആ കട്ടിലുമ കിടന്നിട്ട് അദ്ദേഹം ഒരു ഹീറോ കഥാപാത്രം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പവർഫുൾ കഥാപാത്രം ചെയ്താൽ അത് അംഗീകരിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ആ കഥാപാത്രം അയാളെ പ്രായത്തിൽ ആ കഥാപാത്രത്തെ ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതല്ലേ അവിടെ നോക്കേണ്ടത്. ആ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രായം ഇതായി, അദ്ദേഹം കട്ടിലുമ കിടക്കുന്നു എന്നിട്ടും അഭിനയിക്കുന്നു എന്നുള്ളൊരു കുറ്റമായിട്ട് കൊണ്ടുകിടക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാലും ഇതിലും സീനിയർ ആയിട്ടുള്ള ഈ 72-നും മുകളിൽ സീനിയർ ആയിട്ടുള്ള നിരവധി ആൾക്കാരെ നമുക്ക് ഹോളിവുഡിൽ കാണാൻ സാധിക്കും. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ആന്റണി ഹോപ്കിൻസ് എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനൊക്കെ എത്രത്തോളം പ്രായമുണ്ടെന്ന് അറിയാം. പ്രായം മാത്രമല്ല, അവരുടെ മദ്യപാന ശീലവും അവരുടെ പുകവലി ശീലവും ഒക്കെ കാരണം കൊണ്ട് മമ്മൂട്ടിയേക്കാൾ അവശതയായിട്ടുള്ള, മമ്മൂട്ടിയേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരും ഹോളിവുഡിലുണ്ട്. പക്ഷേ ഈ ആന്റണി ഹോപ്കിൻസിന്റെ ഒക്കെ സിനിമകൾ, ഇന്നും ഇറങ്ങുന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പിച്ച വച്ച് നടക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം. എന്നിട്ട് പോലും അദ്ദേഹം ലോകത്തെ വെറുപ്പിക്കുന്ന സിനിമകൾ ഇറക്കുന്നുണ്ട്. വിറപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മലയാളിക്ക് മാത്രം ഒരു മലയാളീനെ അംഗീകരിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്ത് തന്നെയായാലും അത് ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതി അങ്ങനെ തന്നെ തുടരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു. നമുക്ക് ഇന്ന് കളക്ഷൻ വീഡിയോസ് ചെയ്യാനുള്ളതാണ്. അടുത്തൊരു വീഡിയോ മറ്റ് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.